പത്തനംതിട്ട പെരുനാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിനു പിന്നിൽ CPM പ്രവർത്തകർ. ഒന്നാം പ്രതി നിഖിലേഷ് പെരുനാട് CITU പ്രവർത്തകനും നാലാം പ്രതി സുമിത് DYFI പ്രവർത്തകനുമാണ്. FIRന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന പോലീസ് ഭാഷ്യത്തിനു പിന്നാലെ വ്യാജ പ്രചാരണവുമായി CPM രംഗത്തെത്തിയിരുന്നു. RSS BJP സംഘമാണ് കൊല ചെയ്തതെന്ന് MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. BJPക്ക് കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ജില്ലാ അധ്യക്ഷൻ VA സൂരജ് വ്യക്തമാക്കി. രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ CPMന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജു അബ്രഹാം ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPMുമായിട്ടും DYFIയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകന്മാർക്ക് പോലും ഈ സംഭവമായിട്ട് ബന്ധമില്ല. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളിയും പ്രശാന്ത് ശങ്കരമംഗലത്തും ചേരുകയാണ്. ആദ്യം പ്രശാന്തിലേക്ക് പോകുന്നു. പ്രശാന്ത്, പത്തനംതിട്ട പെരുനാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിന് പിന്നിൽ CPM പ്രവർത്തകർ തന്നെ എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് വളരെ ബോധപൂർവം BJP RSS സംഘമാണ് ഈ കൊല നടത്തിയത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായി. പക്ഷേ FIRന്റെ പകർപ്പിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു ഒന്നാം പ്രതി നിഖിലേഷ് പെരുനാട് CITU പ്രവർത്തകനും നാലാം പ്രതി സുമിത് DYFI പ്രവർത്തകനുമാണെന്ന്. എന്താണ് ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്? രോഹിണി, അല്പസമയം മുമ്പാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. പെരുനാട്ടിലെ കൊലപാതകം അത് RSS ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്നാണ്, അതുപോലെ ഇപ്പം BJP ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതിന് പിന്നാലെയാണ് BJPയുടെ ജില്ലാ അധ്യക്ഷനടക്കം ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് CPMന്റെ, അതായത് ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഘർഷങ്ങളെ ഒഴിവാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ പ്രവർത്തകർ പ്രകോപനപരമായിട്ടുണ്ടാകുന്ന പരാമർശങ്ങളെ സംയമനമായി നേരിടേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും CPMന്റെ സംസ്ഥാന സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദനുണ്ട്. എന്നാൽ തീർത്തും തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയത്. അതായത് ഈ സംഭവം നടന്ന ഒരു CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടാൽ അത് RSSകാരായിരിക്കും അല്ലെങ്കിൽ BJPക്കാരനായിരിക്കും എന്നുള്ള ധാരണ, അദ്ദേഹത്തിന്റെ മിഥ്യാധാരണയാണ് അദ്ദേഹം ഇവിടെ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെച്ചത്. അതായത് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയായിരുന്നു, MV ഗോവിന്ദൻ ഉറപ്പിച്ചു പറയുകയാണ്, ഇത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് RSS ആണ്, BJP ആണെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യമാണ്. അതിന് പിന്നാലെയാണ് ഈ FIR വിവരങ്ങൾ അടക്കം പുറത്തു വന്നിരിക്കുന്നത്. അത് DYFI CITU പ്രവർത്തകരാണ് ഈ കൊലപാതകം നടപ്പിലാക്കിയത് അല്ലെങ്കിൽ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് എന്നുള്ള വിവരങ്ങളും തുറന്നാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ CPMന്റെ ഭാഗത്തുണ്ടാകുന്ന അല്ലെങ്കിൽ MV ഗോവിന്ദന്റെ ഭാഗത്തുണ്ടാകുന്ന ഏറ്റവും വലിയ നിരുത്തരവാദപരമായിട്ടുള്ളൊരു പരാമർശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അതിന് അങ്ങനെ പറയാൻ പാടില്ല. മാത്രമല്ല, ഇതിൽ സംയമനമായിട്ടൊരു പ്രതികരണം നടത്തേണ്ട ആളാണ്. കുറ്റക്കാരെ കാണട്ടെ, അല്ലെങ്കിൽ ഇതിൽ കൊലപാതകം നടത്തിയ ആൾ ആരാണെന്ന് പോലീസാണ് പറയേണ്ടത്. പോലീസ് അന്വേഷിച്ചിട്ട് അതിൻ്റെ അന്വേഷണത്തിന്റെ അവസാനമാണ് അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് പോലീസാണ് പറയേണ്ടത് ഇതിൽ ആരാണ് കുറ്റക്കാർ, ആർക്കെതിരെയാണ് തെളിവുകളുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയേണ്ടത് പോലീസാണ്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ അത്തരത്തിലുള്ളൊരു പരാമർശങ്ങളും ഉണ്ടായിട്ടില്ല. FIR പോലും അങ്ങനെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന തരത്തിൽ ഒരു പരാമർശം പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇല്ലാതിരിക്കെ തീർത്തും ഈ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് നിരുത്തരവാദപരമായ പരാമർശമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തെളിവുകൾ സഹിതം നമ്മൾ പുറത്തുവിടുന്നത്. അതായത് പാർട്ടി പരിപാടികളടക്കം CPMന്റെയും CITUവിന്റെയും പാർട്ടി പരിപാടികളടക്കം ഈ കൊലപാതകത്തിൽ ഏർപ്പെട്ടവർ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളടക്കമാണ് പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ തന്നെ ഇതിനെ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. BJPയുടെ പ്രവർത്തകരാരും ഇത്തരത്തിൽ ഈ കൊലപാതകവുമായി പങ്കെടുത്തിട്ടില്ല എന്ന് ദയവായി തുടരുക. നമുക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി അതിഥികൾ ചേരുന്നുണ്ട്. BJP പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ VA സൂരജ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ VA സൂരജ്, പത്തനംതിട്ട പെരുനാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിനു പിന്നിൽ CPM പ്രവർത്തകർ തന്നെയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. FIRന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാം പ്രതി നിഖിലേഷ് CITU പ്രവർത്തകനും നാലാം പ്രതി സുമിത് DYFI പ്രവർത്തകനുമാണ് എന്നുള്ളത് വ്യക്തമാകുന്നു. എന്നിട്ടും CPMന്റെ ഭാഗത്തു നിന്നും വളരെ ബോധപൂർവം ഇത് RSS BJP സംഘത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്ന് മാത്രമല്ല
CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് പോലും അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായി. തികച്ചും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്താകാം കാരണം? ഈ സംഭവം നടന്ന ഉടൻ തന്നെ CPM ജില്ലാ സെക്രട്ടറി ഇത് BJP ചെയ്തതാണെന്നുള്ള കള്ള പ്രചരണമായിട്ടാണ് മുന്നോട്ട് വന്നത്. ഈ സംഭവവുമായിട്ട് BJPക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഈ രണ്ട് പ്രതികൾ, അതായത് നിഖിലേഷും അതേപോലെ തന്നെ സുമിത്തും, ഒരാൾ CITUവിന്റെ യൂണിയനിൽപ്പെട്ട ആളാണ്, മറ്റേയാൾ DYFIയുടെ നേതാവാണ്. എല്ലാ CPM പരിപാടികളിലും പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അവരാണ് പ്രതികളായിട്ടുള്ളവര്. ഇത് അറിഞ്ഞ ഉടൻ തന്നെ ഇത് BJPയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു എബ്രഹാം അടക്കമുള്ള CPM നേതാക്കന്മാർ മുന്നോട്ട് വന്നത്. ഇത് അവരുടെ ഗൂഢാലോചനയാണ്. പറഞ്ഞോളൂ ശ്രീ സൂരജ്, കേൾക്കാം. ഇത് അവരുടെ ഗൂഢാലോചനയാണ്. ഇതുമായിട്ട് യാതൊരു വിധവും ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. ഇത് CPM ആൾക്കാർ തന്നെ കൊലപ്പെടുത്തിയ കേസാണ്. എന്നിട്ട് അത് അവസാനം BJPയുടെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നിട്ട്. ശ്രീ സൂരജ്, ഇത് ഇത്തരത്തിലൊരു പ്രചാരണം CPM നടത്തുന്നതിന് പിന്നിൽ ഇരു പാർട്ടികളും തമ്മിൽ വൈരമുണ്ടാക്കുക, പൊതുജനങ്ങൾക്ക് മുന്നിൽ CPM RSSനെയും BJP പ്രവർത്തകരെയും തമ്മിൽ അപകീർത്തിപ്പെടുത്തുക, ഇങ്ങനെ ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയല്ലേ നിരുത്തരവാദപരമായ ഈ ഒരു പ്രസ്താവനയിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറിയെ പോലും നയിച്ചത്? പെരുന്നാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടി നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നൊരു പഞ്ചായത്താണ്. അവിടെ ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ അവിടെ ബോധപൂർവമായിട്ട് ആക്രമണം നടത്തി CPM ആൾക്കാർ തന്നെ പല തട്ടിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം, പാർട്ടി നേതൃത്വത്തിനെതിരെ വേറൊരു വിഭാഗം. അപ്പൊ ഇവരെല്ലാം കൂടെ കണ്ണിൽ പിടിയിടാൻ വേണ്ടിയിട്ട് ഇത് BJPയുടെ മണ്ടയ്ക്ക് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരു ബന്ധവും ഇല്ല. CPM നേതാക്കന്മാർ തന്നെയാണ് ഇതിലെ പ്രതികൾ. ശരി, വളരെ നന്ദി ശ്രീ VA സൂരജ് പ്രതികരിച്ചതിന്. ഈ കൊലപാതകത്തിൽ RSS BJP സംഘാംഗങ്ങളാണ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുകയുണ്ടായി. നമുക്ക് ആ പ്രതികരണം കണ്ടതിന് ശേഷം തിരികെ എത്താം. കണ്ടെത്തിയ മാർഗമാണ് യഥാർത്ഥത്തിൽ കൊലപാതക രാഷ്ട്രീയം. സംഘടനാ രംഗത്ത് സജീവമായി നിൽക്കുന്ന ചുമട്ടു മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനെയാണ് RSS BJP സംഘം മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത്. മിഥുൻ മുരളി കൂടി ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. മിഥുൻ, പത്തനംതിട്ട പെരുനാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിനു പിന്നിൽ CPM പ്രവർത്തകരാണ് എന്നുള്ളത് വ്യക്തമായി തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. FIRന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാം പ്രതി നിഖിലേഷ് പെരുനാട് CITU പ്രവർത്തകനും 4ാം പ്രതി സുമിത്ത് DYFI പ്രവർത്തകനുമാണ്. ഇത് വ്യക്തമായി തന്നെ തെളിഞ്ഞിരിക്കെ ആണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും RSS BJP സംഘാംഗങ്ങളാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള പ്രസ്താവന വന്നിരിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട BJP നേതൃത്വം ഇതിനെ ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട്. പോലീസിന്റെ FIRന് വിരുദ്ധമായി ഇത്തരത്തിലുള്ളൊരു വ്യാജ പ്രചാരണം CPM നടത്തുമ്പോൾ അതിനു പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട് എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? ഇന്നലെ ഈ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ CPM ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രതികരണം, ഇതിന് പിന്നിൽ BJP ആണ്, BJP RSS പ്രവർത്തകരാണ് ഈ കൊലപാതകം നടത്തിയത്, അക്രമ സംഭവത്തിന് പിന്നിൽ ഇവരാണ് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്ന പ്രതികരണമായിരുന്നു രാജു എബ്രഹാമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പോലീസ് അപ്പോഴും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായി, ഘടകവിരുദ്ധമായി കൂടുതൽ അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും കൂടാതെയായിരുന്നു CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലുള്ള രാജു എബ്രഹാം ഈ രീതിയിലുള്ള പ്രതികരണം നടത്തിയത്. സ്ഥലത്ത് കൂടുതൽ രൂക്ഷമായിട്ടുള്ള സംഘർഷ സാധ്യതകൾ ഉണ്ടാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റ് പാർട്ടി പ്രവർത്തകരുമായി, ഇരു ഭാഗത്തെയും പാർട്ടി പ്രവർത്തകരുമായി സംഘർഷങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള പ്രതികരണമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിനെ തൊട്ട് പിന്നാലെ ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, BJP പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്നുള്ള പരാമർശം ഉണ്ടാകുന്നു. പക്ഷേ ഇതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഒന്നാം പ്രതിയായ നിഖിലേഷ് CITU ടിപ്പർ യൂണിയന്റെ പെരുന്നാട്ടുള്ള മെമ്പറാണ്, CITU ടിപ്പർ യൂണിയൻ മെമ്പറാണ്. ഒപ്പം 4ാം പ്രതി സുമിത്ത് DYFIയുടെ സജീവ പ്രവർത്തകരാണ്. DYFIയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന നിരവധിയായ പോസ്റ്റുകൾ ലഭ്യമായിട്ടുണ്ട്. ഈ പോസ്റ്റുകളിലെല്ലാം അദ്ദേഹം DYFIയുടെ പ്രവർത്തകനാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ അത് ഷെയർ ചെയ്തിരിക്കുന്നു. ഒപ്പം സജീവമായ പ്രവർത്തകരായിരുന്നു ഇവർ CPMന്റെ പോഷക സംഘടനകളിൽ എന്ന് BJPയുടെ നേതാക്കൾ, പ്രാദേശിക മണ്ഡലം ഭാരവാഹികൾ വ്യക്തമാക്കുന്നു. ഇങ്ങനെ BJPയുമായി യാതൊരു
ബന്ധവുമില്ലാത്ത BJP-യുടെ പ്രവർത്തകർ യാതൊരു രീതിയിലും ഇടപെട്ടിട്ടില്ലാത്ത യാതൊരു രീതിയിലുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു അനുഭാവി പോലും BJP-യുടെ അനുഭാവി പോലും ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരു കേസ് BJP-യുടെ തലയിൽ കെട്ടിവെക്കുന്നതിനുള്ള ഗൂഢശ്രമമാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തീർത്തും നിരുത്തരവാദിത്വമായിട്ടുള്ള ഒരു സമീപനം, ഒരു രീതിയാണ് അത് ഇവരുടെ ഭാഗത്തുനിന്ന് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് BJP ജില്ലാ നേതൃത്വം പറയുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് VS സൂരജ് കൃത്യമായി തന്നെ ഇതിന് മറുപടി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് BJP-യുടെ ഒരു അനുഭാവി പോലും, പ്രവർത്തകൻ പോട്ടെ അനുഭാവി പോലും ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ല, BJP-ക്ക് യാതൊരു ബന്ധവുമില്ല, BJP പ്രവർത്തകരാരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുകയായിരുന്നു ഇന്നലെ ഈ സംഭവം നടന്ന തൊട്ട് പിന്നാലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി ഇത് BJP-യുടെ തലയിൽ കെട്ടിവെക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. എന്തായാലും 8 പ്രതികളാണ് കേസിൽ ഉള്ളത്. ഇതിലെ 1-ാം പ്രതിയാണ് നിഖിലേഷ്, 2-ാം പ്രതി വിഷ്ണു. ശരി മിഥുൻ.